CMRL എക്സാലോജിക് കേസിൽ കണ്ടുകെട്ടൽ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിന് പിന്നാലെ മരവിപ്പിച്ച 242 അക്കൗണ്ടുകളിലെ 18.36 കോടി രൂപ കണ്ടുകെട്ടും. ചോദ്യം ചെയ്യലിന് മുന്നോടിയായി വീണ ടിയുടെ ബാങ്ക് ലോക്കർ ഉടൻ തുറന്ന് പരിശോധിക്കും. റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകൾ തുടർന്നും കൈവശം വെക്കുന്നതിനും റിപ്പോർട്ട് നൽകും. ജിജീഷ് കരുണാകരൻ വിശദാംശങ്ങൾ നൽകും. ജിജീഷ്, ഈ ED അടുത്ത ഏതൊക്കെ സ്റ്റേജിലേക്കാണ് കടക്കാൻ പോകുന്നത്? കാരണം ആദ്യഘട്ട ചോദ്യം ചെയ്യൽ അടുത്തിടെ കഴിഞ്ഞതാണ്. അപ്പോൾ ഇനിയും റെയ്ഡ്, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട അക്കൗണ്ടുകൾ മരവിപ്പിക്കൽ, സ്വത്ത് കണ്ടുകെട്ടൽ തുടങ്ങിയ ഘട്ടങ്ങളിലേക്ക്, വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ കടക്കുകയാണോ? ഇന്നലെ കൊച്ചിയിൽ ചേർന്ന നിർണായക യോഗത്തിലല്ലേ ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ ആയിരിക്കുന്നത്? ഗൗതം, നേരത്തെ മരവിപ്പിച്ച സ്വത്തുക്കളെല്ലാം തന്നെ കണ്ടുകെട്ടുക എന്നൊരു നടപടിക്രമമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പൂർത്തിയാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് സ്വാഭാവികമായ നടപടിക്രമം, അതായത് ആദ്യം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഒരു റിപ്പോർട്ട് നൽകാറുണ്ട്. ഇത്തരത്തിൽ സ്വത്തുക്കൾ ആദ്യം മരവിപ്പിച്ചതിന് ശേഷം അത് കണ്ടുകെട്ടും. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികളുടെയും അന്തിമമായ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടേതായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. നിലവിൽ 18,36 ലക്ഷം രൂപയാണ് വിവിധ അക്കൗണ്ടുകളിലായി 242 അക്കൗണ്ടുകളിലായി അന്വേഷണ സംഘം റെയ്ഡിനിടെ മരവിപ്പിച്ചത്. ആ മരവിപ്പിച്ച എല്ലാ അക്കൗണ്ടുകളിലെയും പണവും ഇത്തരത്തിൽ കണ്ടുകെട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണ സംഘം കൈമാറുന്നത്. അതനുസരിച്ച് ഇത് കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് കടക്കും. ഇത്തരത്തിൽ കണ്ടുകെട്ടുന്നതിൽ വീണയുടെ അക്കൗണ്ടിലെ പണവുമുണ്ട്. നിലവിൽ HDFC ബാങ്കിലെ 1.5 ലക്ഷം രൂപയുടെ പണം മാത്രമാണ് കണ്ടെത്തിയത് എങ്കിൽ കൂടി മറ്റ് നിക്ഷേപങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ അന്വേഷണ സംഘം വിശദമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ലോക്കർ തുറന്നു പരിശോധിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള നടപടിക്രമങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചിട്ടുണ്ട്. കാരണം മറ്റു പല കേസുകളുമായി ബന്ധപ്പെട്ട് ലോക്കറുകൾ പരിശോധിച്ചപ്പോഴായിരുന്നു വലിയ തുകകൾ അത്തരം കേസുകളിൽ കണ്ടെത്തിയത്. നേരത്തെ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടടക്കം ലോക്കർ തുറന്നപ്പോൾ സ്വപ്ന സുരേഷിന്റെ ലോക്കറിൽ നിന്ന് 1 കോടിയോളം രൂപ പണമായി കണ്ടെത്തിയ സംഭവം അടക്കമുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ വീണയുടെ ലോക്കറും തുറന്നു പരിശോധിക്കാനുള്ള നടപടികളാണ് അന്വേഷണ സംഘം പ്രധാനമായും പൂർത്തിയാക്കുന്നത്. അങ്ങനെ 242 ജിജീഷ്, വീണയുടെ ലോക്കർ ഉൾപ്പെടെ തുറന്നുള്ള പരിശോധനകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ കടക്കും. ഇന്നലെ കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ ചില നിർണായകമായ തീരുമാനങ്ങൾ ED കൈക്കൊണ്ടിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ പ്രാവർത്തികമാകുമെന്ന് തന്നെയാണ് ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.